ഇനി ചെറിയ കളികളില്ല, വലിയ കളികൾ മാത്രം. ദാറ്റ് മീൻസ് കോടികളുടെ കളികൾ. മനസ്സിലായില്ല? ഹൈ, സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. വാർഷികം ആഘോഷിച്ച് ചില്ല് ചെയ്ത് സർക്കാർ, വിമർശിച്ചും ബഹിഷ്കരിച്ചും പ്രതിപക്ഷം. പുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് കോടികൾ പൊടിച്ച് ആഘോഷം. സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്തുന്നവര് ഒന്നങ്ങോട്ട് മാറി നിൽക്കൂ. ഞങ്ങളുടെ സർക്കാർ ഭയങ്കര തിരക്കിലാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ വേണ്ടിട്ടല്ലോ സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടിട്ട്. ഈ ടൈമില് ലാസ്റ്റ് ചാൻസ് ആണ് മക്കളെ. അതുകൊണ്ട് ഒന്നും നോക്കില്ല, കോടികൾ വാരി വീശിയിട്ടാണ് സെലിബ്രേഷൻ. സാമ്പത്തിക ബാധ്യത എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സമരങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നത്. അങ്ങനെയുള്ള സർക്കാരാണ് കോടികൾ ചെലവഴിച്ച് മാമാങ്കം നടത്തുന്നത്. അമ്പട പുളിസോ, ആശാ വർക്കേഴ്സിനെ പോലുള്ള സാധാരണക്കാരുടെ വേതനം വർദ്ധിപ്പിക്കാനൊന്നും ഞങ്ങളുടെ സർക്കാരിന്റെ ഖജനാവില് കാശില്ല. അതൊരു പ്രത്യേക തരം ഖജനാവ. എല്ലാം ഒപ്പന. സർക്കാരിന്റെ പരിപാടികൾക്ക് കാശുണ്ട്, പക്ഷെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് കാശില്ല. ഏറ്റവും വലിയ കീറാമുട്ടി ആവശ്യത്തിന് ധനം ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് നമ്മുടെ ഈ GST വന്നതിന് ശേഷം ടാക്സ് വലിയ തോതിൽ കുറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് ചില നിലപാട് എടുത്തുകൊണ്ടാണ്. കാര്യം സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും നമ്മുടെ നാടിന്റെ നല്ലതിന് വേണ്ടിയിട്ടും നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടും കോടികൾ ചെലവാക്കി നമ്മുടെ സർക്കാർ എന്തോരാണല്ലേ കഷ്ടപ്പെടുന്നത്. എല്ലാത്തിനും സെപ്പറേറ്റ് കോടികൾ മാറ്റി വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെയും ടീമിന്റെയും ഫ്ലെക്സിനും ബാനറിനും വരെ വലിയൊരു തുക മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ് കേട്ടത്. എന്റെ തല എന്റെ ഫുൾ ഫിഗർ. എല്ലാം നമ്മുടെ നാടിന്റെ ഒരു വികസനത്തിന് വേണ്ടിയിട്ടാണല്ലോ നൽകുമ്പോ ഒരിതൊക്കെയുണ്ട്. അടുത്ത ദിവസം ഞാൻ കോപ്പൻഹാഗനിലേക്ക് പോവുകയാണ്. അത് ഞാൻ അവിടുത്തെ സർക്കാരിന്റെ അതിഥിയായിട്ട്. ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. അപ്പൊ 51 കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചോളൂ. ഓരോ സീനിലും മാറ്റി വെക്കാൻ. ഈ മാമാങ്കം നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചു സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിലിരിക്കുന്ന പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് ഈ പണം ഞങ്ങൾക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ നീക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ ആഘോഷങ്ങൾ ഉപേക്ഷിച്ചു എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ട്? ഇല്ല, ധൈര്യമില്ല. കണ്ണി കണ്ട ആൾക്കാർക്ക് ഞങ്ങളുടെ സർക്കാർ എന്തിനാ കാശ് കൊടുക്കണത്? വേണ്ട, ഇതുവരെ ഇല്ലാത്ത ശീലൊന്നും ഞങ്ങളുടെ സർക്കാരിനെ പഠിപ്പിക്കാന്ന് വിചാരിക്കണ്ട കേട്ടാ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നടത്തുന്ന ഉത്സവ മാമാങ്കം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിയന്തരം വരാൻ പോകുന്നതിന്റെ സൂചനയാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ബ്രെയിൻ ഡെത്ത് സംഭവിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മരണക്കുറിയും അതിന്റെ തിലോദകവും ചാർത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉത്സവ മാമാങ്കത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഡയലോഗൊക്കെ നല്ല പഞ്ചുണ്ട്. നമുക്ക് ഇതുപോലെ കേന്ദ്ര സർക്കാരിന്റെ കാര്യം കൂടി നോക്കിയാലോ? പക്ഷെ റിസ്ക് ആണ്. അല്ല, ആ കണക്ക് നമ്മുടെ കയ്യിൽ നിൽക്കില്ലല്ലോ. സെൽഫ് പ്രൊമോഷന് വേണ്ടി ശതകോടികളല്ല അവിടെ ചെലവാക്കണത്. എന്റെ കണക്കെടുക്കണോ? സർക്കാരിന്റെ വാർഷികാഘോഷത്തിന് കോടികൾ ചെലവാക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ആശാ വർക്കേഴ്സ്, പെൻഷനേഴ്സ്, KSRTC അങ്ങനെ പല കാര്യങ്ങളും വരുമ്പോ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയാണ്, ഞങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് ഇമാതിരി പരിപാടി വരുമ്പോ ഇങ്ങനെ കോടികൾ ചെലവാക്കുമ്പോ അത് ധൂർത്താണെന്ന് പറയുന്നതും സ്വാഭാവികല്ലേ. സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ഘട്ടത്തിലും സഹായം നമുക്ക് ലഭിച്ചില്ല. തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു. മറ്റുള്ളവർ നൽകുന്നത് പോലും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന നിലയുണ്ടായി. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, കേന്ദ്ര സർക്കാർ നമ്മളെ നല്ലോണം സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മളിങ്ങനെ ദൂർത്തടിക്കണം എന്നാണ് CM പറഞ്ഞു വരുന്നത്. ഇത് സർക്കാരിന്റെ അവസാനത്തിന്റെ ആരംഭമാണ് ഇത്തവണത്തെ ആഘോഷം. കഴിഞ്ഞ ലോക്സഭയിലെ നവകേരള സദസ്സിന് എന്താണോ ഉണ്ടായത് അത് തന്നെയാണ് ഈ 4ാം വാർഷിക ആഘോഷത്തിന് സംഭവിക്കാൻ പോകുന്നത്. നവകേരള സദസ്സിന് എന്തൊരു കുഴപ്പം? സൂപ്പർ പരിപാടിയായിരുന്നില്ലേ? കോടികൾ ചെലവിട്ട് നവകേരള ബസ്സിന് റെഡിയാക്കില്ലേ? എന്നിട്ട് മുഖ്യമന്ത്രിയും സംഘവും ആ AC ബസ്സിലിരുന്ന് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നില്ലേ? എന്നിട്ട് പ്രതിഷേധിക്കാൻ കരിങ്കൊടിയായിട്ട് വരുന്നവരെ തല്ലി ചതച്ച് അടിച്ച് ഓടിക്കി മടക്കി ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തി ICUവിൽ എത്തിച്ചില്ലേ? എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നാണല്ലേ? അതുപോലെ നമുക്ക് വാർഷികാഘോഷം പൊളിക്കണം. 4ാം വാർഷികാഘോഷത്തിന്റെ ദൂരത്തിനെ പറ്റി സംസാരിക്കാണ്ട് സർക്കാർ ഇത്രയും കാലം ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിലയിരുത്ത്. അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പ്. അല്ല, ഇത്രയും കാലം അതിന് എന്തൊരു പ്രവർത്തനം നടത്തിയത്? എന്ത് പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിലും നാട്ടുകാർക്ക് പ്രശ്നമുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിലുണ്ടാവുന്നതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. അല്ല, അത് അവരുടെ ഒരു ജോലിയാണല്ലോ. എല്ലാത്തിനെയും എതിർക്കുക എന്നുള്ളതാണല്ലോ പ്രതിപക്ഷത്തിന്റെ ഒരു ജോലി എന്നുള്ളത്.
ഇപ്പോൾ ഒരു ഗവൺമെൻറ് പിണറായി മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ 9 വർഷം കഴിഞ്ഞ് 10ാം വർഷത്തിലേക്ക് കിടക്കും. 9 വർഷമായിട്ട് നിങ്ങൾ ഭരണ കസേരയിലിരിക്കുമ്പോ പിന്നെ ഞങ്ങളുടെ പ്രതിപക്ഷം എന്നിട്ടാ പറയാ? അസൂയൊന്നുമില്ല, ചെറിയൊരു കുശുമ്പ്. അതുകൊണ്ട് ഈ ദൂർത്തിന് ഒരിക്കലും UDF കൂട്ടു നിൽക്കില്ല. ഞങ്ങളുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ ആഘോഷങ്ങൾ ബഹിഷ്കരിക്കുക. പിന്നെ പ്രതിപക്ഷം നടത്തുന്ന പോലത്തെ ഞഞ്ഞാവിഞ്ഞ പരിപാടിയല്ലേട്ടത്. സർക്കാരിനോട് മറ്റുള്ളവർക്ക് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വേദി വരെ സർക്കാർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു വേദി വേറെ ഏത് സർക്കാർ ഇവിടെ റെഡിയാക്കും? പിന്നെ ഒരു കാര്യമുണ്ട്, ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തിട്ടൊക്കെയാന്ന് സർക്കാർ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചോദ്യങ്ങൾ വേണം ചോദിക്കാനായിട്ട്. നിങ്ങളപ്പോ ചോദ്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ വേണ്ട. എങ്ങനെയുണ്ട്? ജനകീയ സർക്കാരിന്റെ ഓരോരോ കില്ലാടിത്തരങ്ങൾ. എന്തിനും ഏതിനും സാമ്പത്തികത്തിനെ കുറിച്ച് പഞ്ഞപ്പാട്ട് പാടുന്ന ഈ സർക്കാർ 100 കോടി ചെലവെടുത്ത് 4ാം വാർഷികം നടത്തുന്ന ധൂർത്താണ്. ഇത് പാഴ്ചെലവാണ്, ഇത് ധൂർത്താണ്. തകർന്ന തറവാട്ടിലെ ഒരു കാരണവരുടെ സ്ഥാനത്താണ് ഈ കടം കയറി മുടിഞ്ഞ കടബാധ്യത കൊണ്ട് മുടിഞ്ഞ ഒരു സർക്കാരിന്റെ ഒരു ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഒരു കാരണവരുടെ സ്ഥാനത്താണ് പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അതിന്റെ പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന്റെ പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. എന്റെ പൊന്നെ ഞാണിമേക്കളി എന്റെ മക്കളെ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും എന്ത് വിമർശിച്ചിട്ടും കാര്യമില്ല. ഈ 4ാം വാർഷികം ഞങ്ങളുടെ സർക്കാർ കോടികൾ ഇറക്കി ആഘോഷിക്കും. ഒന്നാം പിണറായി സർക്കാർ എന്തായാലും ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അവർക്ക് തുടർ ഭരണം കിട്ടിയത്. പക്ഷെ 2ാം പിണറായി സർക്കാർ ആ കാര്യത്തില് അവർക്ക് സ്വയം സംശയമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അവരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടിയിട്ട് ഈ കയ്യിൽ കാശില്ലാത്ത സമയത്ത് കോടികൾ ഇറക്കി ഇനി എന്തൊക്കെ പരിപാടിയാണ് അവർ പ്ലാൻ ചെയ്യാൻ പോണത്. PV അൻവറിന്റെ കാര്യത്തില് ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കള്. മൂപ്പരകത്തേക്ക് കയറ്റാനും പറ്റുന്നില്ല, കൈവിടാനും പറ്റുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? PV അൻവറുമായിട്ട് നമ്മൾ വിശദമായി സംസാരിച്ചു. അദ്ദേഹം കോൺഗ്രസുമായിട്ടും UDF-ഉമായിട്ടും സഹകരിച്ച് നിൽക്കും. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സഹകരണത്തിന്റെ മോഡ് എന്താണ് എന്നതിനെ കുറിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും UDF-ലും ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്ത് അദ്ദേഹത്തെ അറിയിക്കും. ഇതിപ്പം വേലി കിടന്ന പാമ്പിനെ തോളത്തെടുത്തിട്ട അവസ്ഥ പോലെയായി കോൺഗ്രസ്സുകാർക്ക് അൻവറേട്ടന്റെ കാര്യം. അനിവാര്യമായ ദുരന്തങ്ങളെ അവർ നേരിടട്ടെ എന്നല്ലാതെ ഞങ്ങൾക്കതിൽ മറ്റൊരു കാര്യവും പറയാനില്ല. അതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യമേ അല്ല. മനസ്സിലായില്ലേ? അൻവറേട്ടൻ ഒരു മാൻഡ്രേക്ക് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. കാര്യം ഏറെക്കുറെ ശരിയാണല്ലോ. ഇതിപ്പോ അൻവറേട്ടനെ UDF-ലേക്ക് എടുത്താൽ മാത്രം പോരാ, അൻവറേട്ടന്റെ കൂടെ കോംബോ ഓഫർ പോലെ തൃണമൂൽ കോൺഗ്രസിനെ മൊത്തത്തോടെ എടുക്കണമെന്നല്ലേ പറയണത്? എന്തപ്പോ അങ്ങനെ ചോദിച്ചാൽ നമുക്കതിൽ പറയാൻ എന്താ പറയാ, സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രസ്ഥാനമായിട്ട് പോകുമ്പോൾ അതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ കഴിയും. അത് വേറെ വിഷയമല്ലേ. അതാണെങ്കിൽ UDF-ലെ പലർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. ഇതിപ്പോ എന്തുട്ട് ചെയ്യാകും, മൊത്തം കൺഫ്യൂസൺ ആയല്ലോ. പൊട്ടിപ്പോയ സോപ്പ് കുമ്പള അത് വിട്ടുകളാ. സോപ്പ് കുമ്പള പൊട്ടിപ്പോയി കഴിഞ്ഞു. നിങ്ങൾ ഊതിപ്പരിപ്പിച്ച അത് പിന്നെ ജനിച്ചു വരില്ല. അൻവറേട്ടന്റെ പേര് കേൾക്കുമ്പോ തന്നെ ഇടതുപക്ഷ നേതാക്കൾക്ക് പുച്ഛത്തോട് പുച്ഛം, കോൺഗ്രസ് നേതാക്കൾക്കാണെങ്കിൽ ടെൻഷനോട് ടെൻഷൻ. ഇതിപ്പോ അൻവറേട്ടന്റെ കാര്യത്തിൽ UDF-നകത്ത് 2 അഭിപ്രായം ഉണ്ടല്ലോ. ആ പ്രശ്നം നിങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പോണേ? എല്ലാ ഘടകകക്ഷികളായിട്ട് UDF ഘടകകക്ഷികളുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ ഒരു കക്ഷിയുടെയോ ഒരാളുടെയോ UDF പ്രവേശനത്തെ കുറിച്ച് ഫൈനലായിട്ട് പറയാൻ പറ്റുള്ളൂ. എല്ലാ ഘടകകക്ഷികളുടെ അഭിപ്രായം ഗൗരവത്തോടുകൂടി കേട്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം പെട്ടെന്നെടുക്കും. ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ മുമ്പ് പറഞ്ഞത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സംസാരം വന്ന സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ എന്തേ അൻവറേട്ടന്റെ ചാടിക്കളി കണ്ടിട്ട് പേടിച്ചു പോയാ? എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഒന്നും പറ്റിയില്ലെങ്കിൽ അൻവറിന്റെ കാര്യം പെൻഡിങ് വെക്കാന്ന് വിചാരിച്ചാലും നടക്കില്ല. അൻവറിനെ അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കാന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടാട്ടാന്ന് ലീഗിന്ന് ശബ്ദം ഉയരുന്നുണ്ട്. 9 കൊല്ലമായിട്ട് അദ്ദേഹം അവിടുത്തെ നിയമസഭാ സാമാജികനാണ്. അങ്ങനെ അൻവറിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ഇതിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി പോകുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങനെ PV അൻവറിന്റെ കാര്യത്തില് ആകെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് UDF. പരിഹാരം നമുക്ക് ഇന്നുണ്ടാക്കാം നാളെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ അതിങ്ങനെ നീട്ടി കൊണ്ടുപോവാണ്. അങ്ങനെ തീരുമാനം ഉണ്ടാവോ? അല്ലെങ്കിൽ ഞങ്ങളുടെ അൻവറേട്ടൻ പിന്തുണ വേറെ ആർക്കെങ്കിലും കൊടുക്കൂട്ടാ. അറിയാലോ, പിന്തുണ വേറെ ആർക്കെങ്കിലും കൊടുക്കാനും വേറൊരു പാർട്ടി രൂപീകരിക്കാനും ഞങ്ങളുടെ അൻവറേട്ടൻ അധികം സമയമൊന്നും വേണ്ടട്ടാ.